ഹെഡ് ഷെഫ് ഫുഡ് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്ക് സ്പേസിൽ മുടി കിടക്കുന്നത് അസിസ്റ്റന്റ് കാണിക്കുന്നു. നോക്കുമ്പോൾ അത് അവന്റെ തലയിൽ നിന്ന് തന്നെയാണ് വീണിരിക്കുന്നത്. അതേസമയം റെസ്റ്റോറന്റിന്റെ ഓണർ ഒരു ഡിഷിൽ ഉപ്പ് കൂടുതലാണെന്ന് പറഞ്ഞ് തിരികെ കൊണ്ടുവരുന്നു. ഉടനെ പെഡ്രോ അത് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. അപ്പോഴാണ് അവന് തനിക്ക് ടേസ്റ്റിംഗ് സെൻസും നഷ്ടമായെന്ന് മനസ്സിലാവുന്നത്. ഉടനെ അവൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവന്റെ തലയ്ക്കകത്തൊരു ട്യൂമർ ഉണ്ടെന്ന് പറയുന്നു. അത് മാത്രമല്ല സർജറി ചെയ്താലും ഫുള്ളായി റിക്കവർ ചെയ്യാൻ ചാൻസ് കുറവാണെന്ന് പറയുന്നു. തകർന്നു പോയ പെഡ്രോ ഒറ്റയ്ക്കിരുന്ന് കരയുന്നു. അപ്പോൾ അത് കണ്ട് അവന്റെ ഡോഗ് കാരമലോ അവനെ കംഫർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് പെഡ്രോയ്ക്ക് കുറച്ച് ആശ്വാസം തോന്നുന്നു. പക്ഷേ പിറ്റേ ദിവസം തന്നെ ഒരു ബാഡ് ന്യൂസ് വരുന്നു. അവൻ വർക്ക് ചെയ്തിരുന്ന റെസ്റ്റോറന്റിൽ അവന് പകരം പുതിയ ഹെഡ് ഷെഫിനെ നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് പൂർണ്ണമായും തകർന്നവൻ എല്ലാം ഉപേക്ഷിച്ച് അമ്മയ്ക്കൊപ്പം ആയിരിക്കുന്നതിനായി വരുന്നു. അതേസമയം കാര്യമറിഞ്ഞ അമ്മ അവനെ കരഞ്ഞു വിഷമിപ്പിക്കാതെ അവനിഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. അവന് ടേസ്റ്റിംഗ് സെൻസ് നഷ്ടമായിരുന്നാലും അമ്മ ഉണ്ടാക്കി കൊടുത്ത ആ ഡിഷിന് പിന്നിലുള്ള അമ്മയുടെ സ്നേഹം അവന് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അവന്റെ അമ്മ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ വെറും ഫുഡ് ഉണ്ടാക്കൽ മാത്രമല്ല, സ്നേഹം ഷെയർ ചെയ്യുന്നതുമാണെന്ന് പറയുന്നു. അമ്മയുടെ വാക്കുകൾ പെഡ്രോയ്ക്ക് പുതിയൊരു ആത്മവിശ്വാസം കൊടുക്കുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള ലൈഫിൽ മറ്റുള്ളവർക്ക് സ്നേഹം ഷെയർ ചെയ്യുന്നതിനായി തന്റെ പഴയ ഫുഡ് ട്രക്ക് റെഡിയാക്കി എടുക്കാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ കാര്യം പറഞ്ഞ് അവന്റെ ഫ്രണ്ട്സും അവനെ സഹായിക്കാൻ വരുന്നു. വൈകാതെ തന്നെ ആ പഴയ ഫുഡ് ട്രക്കിന് പുതുജീവൻ വെക്കുന്നു. അതേസമയം അവർ പെറ്റ്സിനെയും അലോ ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി പേർ അവിടേക്ക് വരാൻ തുടങ്ങുന്നു. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പെഡ്രോ ബോധം കെട്ട് വീഴുന്നു. മാത്രമല്ല അടുത്തുണ്ടായിരുന്ന ഒരു തുണിയിൽ തീ പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കാരമലോ ആരെങ്കിലും സഹായിക്കാൻ വരുമെന്ന് വിചാരിച്ച് റോഡിലേക്ക് നോക്കി കുരയ്ക്കാൻ തുടങ്ങുന്നു. പക്ഷെ ആരും അതിനെ ശ്രദ്ധിക്കുന്നില്ല. അതേസമയം അതിനെ പെഡ്രോയെ വലിച്ചു മാറ്റാനും കഴിയുന്നില്ല. വേറെ വഴിയില്ലാതെ അത് വീട്ടിലേക്ക് ഓടാൻ തുടങ്ങുന്നു. അപ്പോൾ അതിന്റെ കാലിൽ ഗ്ലാസ് പീസ് കുത്തിയിട്ടും അത് നിൽക്കുന്നേയില്ല. മുറിവ് പറ്റിയ കാലും കൊണ്ട് ട്രാഫിക്കിലൂടെ റോഡിനപ്പുറത്തുള്ള പെഡ്രോയുടെ ഫാമിലിയുടെ അടുത്തെത്തുന്നു. അതിനുശേഷം പെഡ്രോ കണ്ണു തുറക്കുമ്പോൾ ഉടനെ തന്നെ സർജറി വേണമെന്ന് പറയുന്നു. അതുകൊണ്ട് അവൻ അവസാനമായി കാരമലോയെ കാണണമെന്ന് പറയുന്നു. പക്ഷേ ഹോസ്പിറ്റലിലെ ഡോഗ്സിനെ അലോ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവസാന നിമിഷം അവർ കസ്റ്റമേഴ്സിന്റെ ഡോഗിനെ വെച്ച് ഹോസ്പിറ്റലിലുള്ളവരെ ഡിസ്ട്രാക്ട് ചെയ്ത് ഒരു വിധത്തിൽ കാരമലോയെ അകത്ത് കൊണ്ടുവരുന്നു. അതേസമയം കാരമലോയെ കണ്ടതും പെഡ്രോ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോഴാണ് പെഡ്രോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. അവൻ ഈ ട്യൂമറിനോട് ഒറ്റയ്ക്കല്ല പൊരുതിയത്. കാരണം കാരമലോ ഉൾപ്പെടെ അവന് വേണ്ടി എപ്പോഴും എന്തും ചെയ്യാൻ തയ്യാറായി അവന്റെ ഫാമിലി അവന്റെ ഒപ്പമുണ്ട്. അത് മാത്രമല്ല അവരുടെ സ്നേഹമാണ് സർജറിയെ ഫേസ് ചെയ്യാനുള്ള ധൈര്യവും അവന് കൊടുത്തത്. ഭാഗ്യത്തിന് പെഡ്രോയുടെ സർജറി സക്സസ്ഫുൾ ആയി നടക്കുന്നു. അവസാനം പെഡ്രോ തന്റെ ചുറ്റുമുള്ളവരുടെ സ്നേഹത്തിൽ ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു.